ഡിയേഴ്സ്, നമുക്ക് 6 മാർക്കിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്താണ് എക്സാം അടുത്ത് വരാറായി. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ഉത്തരങ്ങളൊക്കെ എഴുതി തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പൊ 6 മാർക്കിന്റെ ഉത്തരം നിങ്ങൾ എത്ര എഴുതണം എന്ന് ചോദിച്ചാൽ 3 പാരഗ്രാഫ് എങ്കിലും നിങ്ങളുടെ 6 മാർക്കിന്റെ ഉത്തരത്തിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ഒരു പേപ്പറിന്റെ ഒരു വശവും അതുപോലെ തന്നെ മറുവശത്തിന്റെ ഒരു ഹാഫ് പേജ്, അതായത് 1.5 പുറം എന്നാണ് നിങ്ങളോട് പറയാം. അപ്പൊ ഒരു 3 പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾ 1.5 പുറം എഴുതാൻ നോക്കണം. മാക്സിമം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് എനിക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റുന്നില്ലേ എന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. ഒരു വാച്ചൊക്കെ വെച്ച് എഴുതാൻ നോക്കുക. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ മക്കൾ മറന്നു പോരുത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വംശം, അതുപോലെ തന്നെ സ്മാരകം തുടങ്ങിയിട്ടുള്ള കവിതകളുടെ ആസ്വാദനക്കുറിപ്പായിരിക്കും നിങ്ങളോട് എഴുതാൻ പറയുക. ഇത്തരത്തിൽ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറയുന്ന സമയത്ത് ആദ്യം 6 മാർക്കിന്റെ ഒരു ചോദ്യമാണെങ്കിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിന് എന്ത് വേണം, തലക്കെട്ട് നിങ്ങൾ കൊടുക്കുക. കവിതയുടെ തന്നെ, നമ്മുടെ ആ കവിതയുടെ തന്നെ പേര് നിങ്ങൾക്ക് എന്തായിട്ട് കൊടുക്കാൻ പറ്റും, തലക്കെട്ടായിട്ട് കൊടുക്കാൻ പറ്റും. ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ ഭാഗമായിട്ട് നിങ്ങൾ അതിനുശേഷം രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാഠഭാഗം, അതുപോലെ തന്നെ എന്താണ് പാഠത്തിന്റെ പേര്, അതുപോലെ തന്നെ അത് എഴുതിയത് ആരാണ്, ഏതിൽ നിന്നാണ് എടുത്തത്, എന്താണ് തലക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതായിരിക്കണം നമ്മളുടെ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത്. ഇത് എന്തിനെ കുറിച്ചിട്ടാണ്, ആരെ കുറിച്ചിട്ടാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ ഉൾക്കൊള്ളിക്കുക. രണ്ടാമത്തെ നമ്മുടെ പാരഗ്രാഫിൽ വേണ്ടത്, ഇത് ആദ്യത്തെ പാരഗ്രാഫിൽ. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ കവിതയുടെ ആശയം കൂടുതൽ വിശദീകരിക്കണം, അതിലെ പ്രയോഗങ്ങൾ നമ്മൾ വിശദീകരിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താണ് അതിലെ വിശേഷണങ്ങൾ. ഇനി ആ ഒരു കവിതയുമായി ബന്ധപ്പെട്ട മറ്റ് കവിതകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇതുപോലെ ഭാഷാപരമായിട്ടുള്ള വ്യാകരണ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ വിശദീകരിച്ചോളണം. മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് വരുന്ന സമയത്ത് ആ കവിതയ്ക്ക് ഇന്നത്തെ ഈ ഒരു സമകാലിക സമൂഹത്തിലുള്ള പ്രസക്തി എന്താണ്. ഇപ്പൊ വംശമാണെങ്കിൽ എന്താണ്, അധ്വാനത്തിന്റെ മഹത്വത്തെ കുറിച്ച് വിവരിക്കുന്ന ഒരു കവിതയാണ് വംശം എന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ്, അധ്വാനത്തിന്റെ മഹത്വം തിരിച്ചറിയാതെ മടിയന്മാരായി പോകുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അപ്പൊ നമ്മളെ പോലുള്ള എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു ജീവിതമാണ് ഉറുമ്പിൻ്റെത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അപ്പൊ ഇന്നത്തെ സമൂഹത്തെ തട്ടിച്ചുകൊണ്ട് വേണം നിങ്ങൾ എന്താണ് അവസാനത്തെ പാരഗ്രാഫ് എഴുതാൻ വേണ്ടി. ഇത്തരത്തിൽ ഒരു 3 പാരഗ്രാഫ് എൻ്റെ മക്കളെ 6 മാർക്കിന്റെ ഉത്തരത്തിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം വംശം എന്ന കവിത. അപ്പൊ തലക്കെട്ട് കൊടുത്തോളണം, അതിരാവിലത്തെ വിശപ്പിനെ ശമിപ്പിക്കാൻ. അല്ലെ, നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതണം, ആരാണ് എഴുതിയത്, അതുപോലെ തന്നെ ഏതിൽ നിന്നാണ് എടുത്തത്, ഈ കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ കൊടുക്കേണ്ടത്. വംശം എന്ന കവിത ആരെഴുതി, അല്ലെ, ഏതാണ് പാഠം, എന്താണ് വംശം എന്ന് ഉദ്ദേശിക്കുന്നത്, ഉറുമ്പിന്റെ വംശത്തെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് പാരഗ്രാഫിൽ എൻ്റെ മക്കൾ എഴുതണം, അതിരാവിലത്തെ വിശപ്പിനെ ശമിപ്പിക്കാൻ പ്രാതൽ തേടി വന്ന ഒരു ഉറുമ്പിനെ നോക്കി അതിന്റെ പ്രവർത്തികളെ ആകാംക്ഷയോടെ വർണ്ണിക്കുകയാണ് കവി. അടുപ്പിന്റെ പാതയിൽ തെറിച്ച തേങ്ങാത്തരി ഒരു പൂ പോലെ തന്റെ കൊമ്പിൽ എടുത്തുയർത്തി ചന്തത്തിൽ 6 കാലുകളും കൊണ്ട് ധൃതിയിൽ നടന്നു പോകുന്ന ഉറുമ്പിന്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കുകയാണ് ഇവിടെ. പെരുമഴക്കാലത്ത് തന്റെ കൂട്ടുകാരും ഒരുമിച്ച് രുചിയോടെ കഴിക്കാനുള്ള കരുതലുകളാണ് ഇവയെല്ലാം എന്ന് തിളങ്ങുന്ന ആ മുഖത്ത് നിന്ന് അധ്വാനത്തിന്റെ ഗൗരവം എള്ളുപോലുള്ള മെലിഞ്ഞ ശരീരത്തിന് എന്ത് മനോഹാരിതയാണ് അല്ലെ എന്ന് കവി പറയുന്നു. പിന്നെ ഉറുമ്പിന്റെ നേർത്ത ഇടുപ്പുകൾ എന്ത് മനോഹാരിതയാണ്, അതിന്റെ കടുത്ത അധ്വാനഭാരം കൊണ്ടാണോ, നിരന്തരമായിട്ടുള്ള നൃത്ത ചുവടുകൾ കൊണ്ടാണോ അവ ഇത്രയും എന്താണ് മനോഹരമായിട്ടുള്ള ഇടുപ്പുകൾ ഉണ്ടായത് എന്ന് കവി സംശയിക്കുന്നു. ഇത്രയും ചാരുത ആർക്കാണുള്ളത് എന്ന് കവി ചോദിച്ചു പോകുന്നു. ഉറുമ്പിന്റെ ഏറ്റവും ലളിതവും ചെറുതുമായിട്ടുള്ള രൂപത്തെ മനോഹരമായി ഒരു മരത്തിൽ എന്നോണം കൊത്തിവെക്കാൻ തന്റെ വേര് ദാഹിക്കുന്നു എന്ന് കവി ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ എന്താണ് ഉറുമ്പിനെ മാതൃകയാക്കണം എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ വേല ചെയ്ത് തന്നെ മരിച്ചു പോകുന്ന, അല്ലെ, ഇത്രയും എന്താണ് വേല ചെയ്ത് കഴിഞ്ഞാൽ, ജോലി ചെയ്ത് കഴിഞ്ഞാൽ മരിച്ചു പോകുന്ന, അല്ലെ, നിന്നെ തുടച്ചു നീക്കുന്നത് തന്നെ പാപമാണ് എന്ന് നമ്മുടെ എഴുത്തുകാരി വിജയലക്ഷ്മി വിചാരിക്കുന്നു. കവി വീടും കടന്ന് തൊടിയും കടന്ന് തനിക്ക് പ്രതിബദ്ധമായിട്ടുള്ള എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നേറി തൻ്റെ ആയാസങ്ങളെല്ലാം ഒരു ആയാസമേ അല്ല, തൻ്റെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടൊന്നും ഒരു ബുദ്ധിമുട്ടേ
അല്ല എന്ന മട്ടിൽ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ആ പാവം ചുമട്ടുകാരിയായിട്ടുള്ള ഉറുമ്പ്. ചുമട്ടുകാരി എന്നൊക്കെ പറഞ്ഞോളണം നിങ്ങൾ. കവി ഉറുമ്പിനെ വളരെ സൂക്ഷ്മമായി ആവിഷ്കരിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഏറ്റവും ചെറിയതിൻ്റെ ജീവിതം എത്ര മനോഹരമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഇത്തരത്തിൽ ഉറുമ്പിന്റെ മഹത്വപൂർണ്ണമായിട്ടുള്ള ജീവിതം നമുക്ക് മുന്നിൽ കാണിക്കുന്നതിലൂടെ ഇന്നത്തെ സമൂഹത്തിലുള്ള മടിയന്മാരായിട്ടുള്ള എല്ലാവർക്കും എന്താണ് ഒരു മാതൃകയാണ് ഈ ചെറുതിൻ്റെ ജീവിതം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ് അല്ലെ വിജയലക്ഷ്മി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പൊ തുടക്കം എഴുതുന്ന സമയത്ത് നിങ്ങൾ എഴുതിക്കൊള്ളണം, വിജയലക്ഷ്മിയുടെ എന്താ പറയുന്നത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കവിതയാണ് വംശം. വംശം എന്ന കവിതയിൽ ഉറുമ്പിന്റെ വംശത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കിയേ. അടുത്തത് നമുക്ക് എന്തായാലും വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എന്ത്, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചിട്ട് എന്തായാലും ഒരു എസ്സേ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു മുഖപ്രസംഗം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അത് ചിലപ്പോൾ ഉപന്യാസമായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് പ്രഭാഷണമായിരിക്കാം. ഇങ്ങനെ ഏത് രീതിക്കും എന്താണ് മലയാളിയുടെ മാറുന്ന ഭക്ഷണശീലങ്ങളെ കുറിച്ചിട്ട് ഒരു എന്താ പറയുന്നത് എസ്സേ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഇപ്പൊ മുഖപ്രസംഗമാണെങ്കിൽ ഓർ ഉപന്യാസമാണെങ്കിൽ ഈ രണ്ടാണെങ്കിലും നിങ്ങൾ എഴുതേണ്ട ഒരു രീതിയുണ്ട്. അതെങ്ങനെയാണ്? ഒന്നാമത് എന്ത് വേണം? തലക്കെട്ട് വേണം. തന്നിരിക്കുന്ന ഈ ഒരു സാധനം തന്നെ, ഈ ഒരു എന്താ പറയുന്നത് തലക്കെട്ട് തന്നെ, വിഷയം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തലക്കെട്ടായിട്ട് കൊടുക്കാം. രണ്ടാമത് എന്ത് വേണം? ആമുഖം വേണം. ആമുഖം എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ടായിരിക്കണം. അതായത് ഇവിടെ നമുക്ക് എന്താണ് ഈ ഭക്ഷണശീലത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഭക്ഷണശീലത്തെ കുറിച്ചായിരിക്കണം നിങ്ങൾ ആമുഖം കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ പഠിക്കുന്ന എന്താണ് പാഠഭാഗത്തിന്റെ ആമുഖമല്ല, കോമൺ ആയിട്ടൊരു ആമുഖം കൊടുക്കണം. മൂന്നാമത് എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളും ബാക്കിയുള്ള നമുക്ക് അറിയുന്ന വിഷയങ്ങളും എന്താ പറയുന്നത് ബാക്കി എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ആരോഗ്യത്തെ കുറിച്ചാണെങ്കിൽ നമുക്ക് കിട്ടുമാവനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിശദീകരിക്കാൻ പറ്റും. അതിനുശേഷം ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ അല്ലെ നമ്മൾ എന്താണ് നമ്മുടെ ഭക്ഷണശീലം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് എന്താണ് വരുന്ന തലമുറയ്ക്ക് പോലും എന്താണ് അത് ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആളുകളുടെ ഭക്ഷണശീലം എങ്ങനെയാണ്, എല്ലാവരും ഫാസ്റ്റ് ഫുഡിന് എന്താണ് അടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വേണം അവസാനത്തെ പാരഗ്രാഫ് വിശദീകരിക്കാൻ. അപ്പോൾ ഇതിൽ ആദ്യത്തെ അതായത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ എങ്ങനെ കൊടുക്കണം, ഈ ഒരു ആരോഗ്യത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം എന്ന് മിസ് പറഞ്ഞുതരാം. കൺക്ലൂഷൻ എങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞുതരാം. ഇതിന്റെ നടുക്കുള്ള ആ ഒരു മിഡിലിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ പാഠഭാഗത്തെയൊക്കെ വിശദീകരിക്കുക എന്നുള്ളതാണ്. അതും എങ്ങനെ കൊടുക്കണം എന്ന് മിസ് പറഞ്ഞുതരാം. ഇപ്പൊ ഇങ്ങനെയാണ് ചോദ്യം. ആദ്യം എന്ത് ചെയ്യണം? മുഖപ്രസംഗമാണ്. മുഖപ്രസംഗത്തിനും ഉപന്യാസത്തിനും തലക്കെട്ട് ആവശ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വിഷയം തന്നെ തലക്കെട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം: ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സ്, ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു തലക്കെട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഭക്ഷണം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. നമ്മുടെ ദിനചര്യകൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഇന്ധനമാണിത്. ദിവസത്തിലെ ഓരോ മിനിറ്റിലും നമുക്ക് സുഖം നൽകുന്നത് ഭക്ഷണമാണ്. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഫാസ്റ്റ് ഫുഡ് വ്യവസായത്തിന്റെ ആധിപത്യ കാലഘട്ടത്തിലാണ് നമ്മൾ. അപ്പം ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഏത് എസ്സേ വന്നാലും എഴുതാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതി പഠിച്ചോളാം. ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിൽ എന്താണ് ആരോഗ്യം എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ അല്ലെ എന്താണ് പണ്ടൊക്കെ എന്തായിരുന്നു, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് എന്താണ്? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ജീവിക്കുന്നത് പോലെയാണ്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ കിട്ടുമാവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിട്ടുമാവന്റെ ജീവിതം പറയാ. അതിനുശേഷം നിങ്ങൾ പറയണം എന്ത്? അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണ രീതിയാണ് അല്ലെ നമ്മുടേത്. മായുന്ന ആരോഗ്യത്തിന്റെ പ്രധാന കാരണം ചിട്ടയായ വ്യായാമം, ശരിയായ ഭക്ഷണ രീതിയുമാണ് ഒരു ആരോഗ്യമുള്ള ശരീരത്തിന്റെ പ്രധാന ഘടകം. ഫാസ്റ്റ് ഫുഡിന്റെ ഉപയോഗവും നിയന്ത്രണമില്ലാത്ത ഭക്ഷണ രീതിയും ലഹരിയുടെ ഉപയോഗവും ഇന്ന് ഒട്ടുമിക്ക രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം. കടകളിൽ ലാഭം മാത്രം നോക്കി നമുക്ക് ഭക്ഷണം വിളമ്പുന്നു. സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, ചായം ചേർത്ത പാനീയങ്ങൾ, എരിവ്, പുളി, മസാലകൾ, ഉപ്പ്, മൈദ എന്നിവയൊക്കെ കൂടാതെ രാസവസ്തുക്കളുടെയും അമിത ഉപയോഗം ആരോഗ്യത്തിന് ദോഷകരമാകും. പ്ലാസ്റ്റിക് പാത്രങ്ങളുടെ കടന്നുവരവും അതുപോലെ തന്നെ എന്താണ് ടിന്നിലടച്ച ഭക്ഷണങ്ങളും എല്ലാം മനുഷ്യന്റെ ആരോഗ്യം നശിപ്പിച്ചു. മനുഷ്യന്റെ പണിയെടുക്കാനുള്ള ആരോഗ്യം ദിനം പ്രതി കുറഞ്ഞും പൊണ്ണത്തടി കൂടി വരികയും ചെയ്യുന്നു. ആളുകൾ എങ്ങനെ ആരോഗ്യവും ചിലവും കുറഞ്ഞതുമായിട്ടുള്ള ജീവിതം നയിക്കാമെന്ന് കാണിക്കുന്ന ഒരുപാട് വിവരങ്ങൾ ഇന്ന് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. ജങ്ക് ഫുഡിന് പകരം ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ വാങ്ങുക, കഴിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള പ്രധാന പ്രതിവിധി. നമ്മൾ ഇത് കർശനമായി പാലിച്ചെങ്കിൽ മാത്രമേ വളർന്നു വരുന്ന ഒരു തലമുറ ആരോഗ്യ
ആരോഗ്യത്തോടെ നട്ടലുയർത്തി നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കാര്യമായിട്ട് പഠിച്ചോളണം. എന്തായാലും വരുന്ന ഒരു ചോദ്യമാണ്. ആരോഗ്യത്തെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പഠിക്കുക, ശേഷം നമ്മുടെ പാഠഭാഗം കിട്ടുമാവനും ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് വിവരിക്കാം. അതിനുശേഷം നിങ്ങൾ കൺക്ലൂഷൻ ആയിട്ട് ഈ ഒരു കാര്യം കൊടുത്തോളണം. ഓക്കെ, ഈ രീതിക്ക് നിങ്ങൾ ഒരു 3 പാരഗ്രാഫ് നിങ്ങളുടെ എസ്സേയിൽ ഉണ്ടായിരിക്കണം. ഇതൊന്ന് എഴുതി തന്നെ നിങ്ങൾ പഠിക്കുക. പിന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കഥാപാത്ര നിരൂപണമാണ് ഏത്? കിട്ടുമാവന്റെ കഥാപാത്ര നിരൂപണം. 6 മാർക്കിന് ഒരു കഥാപാത്ര നിരൂപണം ചോദിക്കുന്ന സമയത്ത് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? തലക്കെട്ട് കൊടുക്കണം. പേര് തന്നെ നിങ്ങൾക്ക് തലക്കെട്ടായിട്ട് കൊടുക്കാം. എന്നിട്ട് പാഠഭാഗമൊക്കെ പറയാം. പാഠഭാഗം എഴുതിയത് ആരാണ്, എന്താണ് കിട്ടുമാവൻ എന്ന കഥയുടെ ആശയം, ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ്, അതുകൂടെ പറഞ്ഞിട്ടേ നിങ്ങൾ വിശദീകരിക്കാവൂ. ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ്, ഈ ഒരു കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് അല്ലെങ്കിൽ മുഖ്യ കഥാപാത്രമാണ് കിട്ടുമാവൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത് ശരീരപ്രകൃതം പറയുക, അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത രീതി, അദ്ദേഹത്തിന് എത്ര ഭാര്യമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹം എങ്ങനെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നതോടുകൂടി അണുകുടുംബമായിട്ട് ജീവിക്കുന്നതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണശീലങ്ങളിലൊക്കെ എന്താണ് വലിയ വ്യത്യാസം വരുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതുക. അവസാനം എന്ത് ചെയ്യണം, അല്ലെ, നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ എന്താണ് അമിതമായി ഭക്ഷണം കഴിച്ച് ജീവിതം ഇല്ലാതാക്കുന്നവരുടെ പ്രതിനിധിയാണ് കിട്ടുമാവൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന തകഴി ശിവശങ്കര പിള്ളയുടെ മനോഹരമായ ചെറുകഥയാണ് കിട്ടുമാവൻ. വിശപ്പ് എന്ന പ്രതിഭാസത്തെ മുഖ്യ അനുഭവമായും വൈകാരികമായ അവസ്ഥയായും കഥാപാത്രങ്ങളുടെ കേന്ദ്ര സ്വഭാവമായും കിട്ടുമാവൻ എന്ന കഥ ആവിഷ്കരിക്കുന്നു. സ്വന്തം വിശപ്പിനെ ആഘോഷമാക്കുന്ന കിട്ടുമാവൻ അമിത ഭക്ഷണപ്രിയനാണ്. നിങ്ങൾ ഇതിലെ കഥാപാത്രമാണ് കിട്ടുമാവൻ എന്ന് പറഞ്ഞിട്ട് ആവിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളണം, ഈ കിട്ടുമാവൻ എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് കിട്ടുമാവൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതുക. അല്ല, എന്ത് എഴുതണം? സ്വന്തം വിശപ്പിനെ ആഘോഷമായി കാണുന്ന കിട്ടുമാവൻ അമിത ഭക്ഷണപ്രിയനാണ്. വിഭവസമൃദ്ധമായി ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറിയത് തന്നെ ഭക്ഷണഭ്രമത്തെ ഇരട്ടിയാക്കുന്നു. ഭാര്യയുടെ സഹായത്തോടെ എല്ലാ നേരവും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹം അതിനുവേണ്ടി ഭാഗം കിട്ടിയപ്പോൾ കിട്ടിയ സ്വത്ത് മുഴുവൻ വിറ്റുതുലയ്ക്കുന്നു. ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാത്ത അയാൾ ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണമുണ്ടോ എന്ന് പോലും നോക്കാറില്ല. കിട്ടുമാവൻ അധ്വാനിയാണ്. ചെയ്യുന്ന ജോലിയെല്ലാം അടുക്കും ചിട്ടയോടും അദ്ദേഹം വൃത്തിയായി ചെയ്തു തീർക്കുന്നു. അത് കഴിഞ്ഞാൽ ഭക്ഷണത്തിനാണ് മുഖ്യം. ഭക്ഷണപ്രിയം സമ്പത്തെല്ലാം നശിപ്പിക്കുമ്പോൾ പിന്നീട് കാപ്പിക്കച്ചവടവും കപ്പക്കച്ചവടവും നടത്തുന്നു. അപ്പോൾ കിട്ടുമാവൻ തിന്നു തീർക്കാനേ തികയുന്നുള്ളൂ. ഭക്ഷണം തികയാതാകുമ്പോൾ വല്ലതും തരണമേ, അല്ല ഇങ്ങനെയൊക്കെ കൊട്ടേഷനിൽ ഇട്ട് എഴുതുക, വല്ലതും തരണേ, കഞ്ഞിവെള്ളം ആയാലും മതി എന്ന് പറഞ്ഞ് അയാൾ നിലവിളിച്ച് വീടുകൾ തോറും അലയാൻ തുടങ്ങുന്നു. ആർക്കും ഭക്ഷണം കൊടുക്കാൻ ധൈര്യമില്ല. കാരണം വല്ലതും വിളിച്ചു കൊടുത്താൽ തന്നെ അവിടെ നിന്ന് പോവുകയുമില്ല. ഭക്ഷണം കഴിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആസക്തി അവസാനം കിട്ടുമാവന് ഭ്രാന്താണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഭക്ഷണം കഴിച്ച് സുഖലോലുപതയിൽ ജീവിക്കുന്നവരെ നിശിതമായി വിമർശിക്കാൻ ഒതുങ്ങുന്ന കഥാപാത്ര സൃഷ്ടിയായിട്ട് കിട്ടുമാവൻ മാറുന്നു. കുറെ കഥാപാത്രങ്ങൾ എന്ന സമാഹാരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ കഥ അമിത പ്രിയക്കാർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോളണം. ഈ രീതിക്കായിരിക്കും നമുക്ക് 6 മാർക്കിന് എന്താണ് ചോദ്യം പ്രതീക്ഷിക്കാവുന്നത്. എല്ലാവരും നന്നായിട്ട് എഴുതി എന്ത് ചെയ്യുക, പഠിച്ചോളുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഗൈസ്.